പുതുയുഗ യാത്രയിലെ രാഹുൽ ഗാന്ധിയുടെ 5 പ്രഖ്യാപനങ്ങളെ രൂക്ഷമായി വിമർശിച്ചു മന്ത്രിമാർ. രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടി കേരളം മുഖവിലക്കെടുക്കില്ലെന്നും UDFന്റെ ഇരുണ്ട കാലം ജനങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. നടക്കാനൊരു സാധ്യതയുമില്ലാത്ത പ്രഖ്യാപനങ്ങളെന്ന് മന്ത്രി V. ശിവൻകുട്ടിയും പ്രഖ്യാപനങ്ങൾ ജനം വിശ്വസിക്കുമെന്ന് കരുതുന്നില്ലെന്ന് KN ബാലഗോപാലും പ്രതികരിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 1 മാസം കൊണ്ട് KSRTC പൂട്ടുമെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. കേൾക്കാം. അപ്പോൾ ആ വിസ്മയം കണ്ട് അന്ധനായി പോയ ആളുകൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് വെച്ച് പ്രഖ്യാപനം നടത്തിയതല്ലാതെ ആരും അതത്ര ഗൗരവത്തിലെടുക്കാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ദുരന്തത്തിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആ കാര്യം പോലും പ്രഖ്യാപനം നടത്തിയ ശേഷം ഒരു വീടെങ്കിലും വെച്ച് കൊടുത്തിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത UDF ആണോ ഇനിയിപ്പോൾ കേരളത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റ് പറയുമ്പോൾ അത് വളരെ അധികമാണ്, സംസ്ഥാനത്തെ കുഴപ്പത്തിലാക്കാനാണ് എന്ന് പറയുന്ന ആളുകളാണ് UDF. ഇതിനെ നശിപ്പിക്കണമെന്നുള്ളതിനെ അവർ തീരുമാനിച്ചാൽ മതി. കാരണം ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ KSRTC ഒരു മാസം 50 കോടി രൂപയാണ്. ശമ്പളം കൊടുക്കാനും ഒക്കെ ആയിട്ട് പെൻഷൻ കൊടുക്കാൻ 73 കോടി രൂപയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് ഇത് പറഞ്ഞിട്ട് പോയാൽ പോരെ.